ആകാശക്കാഴ്ചയിൽ മനുഷ്യന് ഒരു കൃമിയോളം പോലും വലിപ്പമില്ല. എന്നാൽ ചില മനുഷ്യർ പ്രകൃതിയോട് ചെയ്യുന്ന ക്രൂരതകൾ ഓർത്താൽ ഇനി വരാനിരിക്കുന്നത് ഇതിലും വലിയ അപകടങ്ങളാണെന്ന് തോന്നും. മാനവരുടെ പ്രവൃത്തികൾ മൂലം പ്രകൃതി പല രീതിയിലും പല സമയങ്ങളിലും തിരിഞ്ഞെതിർത്തുകൊണ്ടിരിക്കുന്നു. അത് ഉരുൾപൊട്ടലായും സുനാമിയായും വെള്ളപ്പൊക്കമായും മേഘവിസ്ഫോടനങ്ങളും ചുഴലിക്കാറ്റുകളുമായുമൊക്കെ നമ്മളിലേക്കെത്തുന്നു. കണക്കിൽ കൂട്ടാൻ കഴിയാത്തത്ര പാറകഷ്ണങ്ങളും ചെളിയും മണ്ണും വെള്ളവും എത്തിയാൽ പിന്നെ എല്ലാം മറന്നങ്ങ് നിന്നുകൊടുക്കുക എന്നേ മനുഷ്യനെ കൊണ്ട് ചെയ്യാൻ പറ്റുകയുള്ളൂ. അങ്ങനെ ഒരു ദുരന്തമുണ്ടായാൽ വലിയ തോതിൽ ബാധിക്കാത്ത സ്ഥലങ്ങളിൽ നിന്നും മറ്റു മനുഷ്യർക്ക് ഓടി രക്ഷപ്പെടാം. പ്രകൃതി ഇടഞ്ഞാൽ മനുഷ്യന് അതിനെ ചെറുത്തു നിൽക്കാൻ ഒരു കാരണവശാലും കഴിയുകയില്ല. വലിയ തോതിലല്ലെങ്കിലും ഈ കഴിഞ്ഞ 2 ആഴ്ചയ്ക്ക് മുമ്പ് ഷിരൂരിൽ നടന്ന മണ്ണിടിച്ചിലിൽ നമ്മുടെ ഒരു സഹോദരൻ അർജുനെ കാണാതെയായി. ഇത്ര വലിയ സംവിധാനങ്ങൾ ഉണ്ടായിട്ട് തന്നെ ആ ചെറുപ്പക്കാരൻ മണ്ണിനടിയിൽ വലിയൊരു ട്രക്കിനുള്ളിൽ കുടുങ്ങിയത് എവിടാണെന്ന് പോലും കണ്ടെത്താൻ കഴിഞ്ഞില്ല. അടിയൊഴുക്കൊന്ന് കൂടിയാൽ തന്നെ ഈ സംവിധാനങ്ങളുമായി കരയിൽ വെറുതെ നോക്കി നിൽക്കാനേ നമുക്ക് സാധിക്കൂ. അതല്ലാതെ നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല. കേരളത്തിൽ ഇതുവരെയുണ്ടായ ഉരുൾപൊട്ടലിൽ വച്ച് വയനാട്ടിലുണ്ടായ ഉരുൾപൊട്ടലാണ് ഏറ്റവും വലുതായി കാണാൻ കഴിയുന്നത്. കേരളത്തിൽ പല സ്ഥലങ്ങളിലും ഇനിയും ഉരുൾപൊട്ടലുകൾ ഉണ്ടാകാം. മനുഷ്യന് ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു കാര്യമേ ഉള്ളൂ. ഇതുപോലെയുള്ള പ്രകൃതി ദുരന്തങ്ങൾ ഇനിയുണ്ടാവാതിരിക്കാൻ നമ്മൾ ഓരോരുത്തരും അതിനുവേണ്ടി പ്രയത്നിക്കണം. പ്രധാനമായും മലയോര ജനവാസ മേഖലകളിൽ മലകൾക്ക് മനുഷ്യരാൽ ഉണ്ടാക്കുന്ന പ്രകമ്പനം, അതായത് പാറ പൊട്ടിക്കൽ, പ്രത്യേകിച്ചും ജനവാസ മേഖലകളിൽ ഇങ്ങനെയുണ്ടായാൽ ആ മലകൾക്ക് വിള്ളലുകൾ ഉണ്ടാകുകയും മഴക്കാലം വരുമ്പോൾ തോരാതെ പെയ്യുന്ന മഴ ഈ വിള്ളലുകളിലൂടെ ഉള്ളിലേക്കിറങ്ങുകയും അത് അളവിൽ കൂടുതലാകുമ്പോൾ വെള്ളവും മണ്ണും പാറകളുമായി താഴെയുള്ള ജനവാസ മേഖലകളിലേക്ക് എത്തുകയുമാണ് ചെയ്യുന്നത്. ഈ കഴിഞ്ഞ 7 വർഷത്തെ കണക്കെടുത്താൽ തന്നെ കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ മണ്ണിടിച്ചിലുണ്ടായതെന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? ഇത് എൻ്റെ ഊഹാപോഹമല്ല. ഹിന്ദുസ്ഥാൻ ടൈംസ് വ്യക്തമായി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. സംശയമുള്ളവർക്ക് ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. കേരളത്തിൽ ആലപ്പുഴയിൽ മാത്രമേ ഉരുൾപൊട്ടൽ ഉണ്ടാകാതിരിക്കാൻ സാധ്യതയുള്ളൂ. ബാക്കി 13 ജില്ലകളിലും സാധ്യത വളരെ കൂടുതലാണ്. ക്വാറി പ്ലാന്റുകൾ വേണ്ട എന്നല്ല, പക്ഷേ അത് ജനവാസ മേഖലയുടെ സമീപ പ്രദേശത്താവരുത്. ഇനി പ്രധാനമായും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് വൃക്ഷങ്ങളുടെ സംരക്ഷണം. ഒന്ന് ആലോചിച്ചാൽ ഈ അടുത്ത കാലങ്ങളിലാണ് ഇങ്ങനെ ഉരുൾപൊട്ടൽ ഉണ്ടായിട്ടുള്ളത്. പണ്ട് കാലങ്ങളിൽ വളരെ കുറച്ച് മാത്രമേ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളൂ. ഞാൻ വായിച്ചറിഞ്ഞ ഒരു ആർട്ടിക്കിളിൽ പറഞ്ഞിട്ടുള്ള ചില കാര്യങ്ങൾ ഇവിടെ സൂചിപ്പിക്കാം. ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ ശ്രദ്ധയോടെ മുഴുവനായും കേൾക്കുക, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് വലിയൊരു നഷ്ടം തന്നെ ഉണ്ടാകാം. നമ്മുടെ മലയോരങ്ങളിലെ കല്ലുകൾ ഒരേ സ്വഭാവത്തിൽപ്പെട്ടതല്ല. ഒരു സ്ഥലത്ത് വളരെ ഉറപ്പേറിയ പാറ കണ്ടാൽ അതിന് തൊട്ടടുത്തും ആ പാറകളുടെ തന്നെ മറ്റു പല ഭാഗങ്ങളിലും ഉറപ്പ് കുറഞ്ഞ പാറകളും ഇളം പാറകളും വളരെയധികം വെള്ളം വലിച്ചെടുക്കാൻ പ്രാപ്തമായ പിണ്ണാക്ക് കല്ലുകളും കാണും. അഭ്രപാളികളുണ്ടാകും. ഇവയുടെയെല്ലാം ഒരു സംയുക്തമാണ് നമ്മുടെ മലകൾ. എങ്കിലും നമ്മുടെ മലമണ്ണ് ഹിമാലയ പ്രദേശങ്ങൾ പോലെ ഉറപ്പ് കുറഞ്ഞതല്ലെന്നും പൊതുവിൽ പറയാം. ഇത്തരം മലകളുടെ ഉന്നതങ്ങളിലും പാർശ്വങ്ങളിലും വെള്ളം കെട്ടി നിൽക്കാൻ കഴിയുന്ന തടങ്ങളുണ്ടാകും. പണ്ട് ഈ മലമേഖലകൾ പൊതുവിൽ വൃക്ഷലതാദികളാൽ മൂടപ്പെട്ടിരുന്നു. അതിൻ്റെ വേര് മണ്ണിലേക്ക് ആഴത്തിലിറങ്ങി വലുതും ചെറുതുമായ പല കല്ലുകളെയും മറ്റും തമ്മിൽ ബന്ധിപ്പിച്ചിരുന്നു. എത്ര ശക്തിയായ മഴ പെയ്താലും മണ്ണൊലിപ്പുണ്ടാകാതെ കാത്തു സൂക്ഷിച്ചിരുന്നത് ഈ വേരുകളായിരുന്നു. വൻമരങ്ങൾ ഇടിയാനിടയുള്ള മലഞ്ചെരുവുകൾക്ക് താങ്ങായും നിലനിന്നു. ചരിത്രപരമായി നോക്കുന്ന പക്ഷം ഏതാണ്ട് 2000 വർഷങ്ങൾക്ക് മുൻപുള്ള സംഘകൃതികളിൽ മഴ കൊണ്ടുള്ള യാതൊരു അപകടത്തെപ്പറ്റിയും സൂചനയില്ല. ഇന്നത്തെ കേരളമടക്കമുള്ള പ്രദേശങ്ങളായിരുന്നു അന്നത്തെ തമിഴകം എന്ന് ഓർക്കേണ്ടതുണ്ട്. 9-ാം നൂറ്റാണ്ട് മുതൽ 14-ാം നൂറ്റാണ്ട് വരെ കേരളത്തിൽ പര്യടനം നടത്തിയിട്ടുള്ള അറബി സഞ്ചാരികൾ ഉൾപ്പെടെയുള്ളവരുടെ വിവരണങ്ങളിലൊന്നും മലയിടിച്ചിലിനെ പറ്റി പരാമർശിച്ചിട്ടില്ല. കായലുകളെയും തോടുകളെയും പുഴയെയും മലകളെയും കുരുമുളകിനെയും ചക്കയെയും സുഗന്ധവ്യഞ്ജന വസ്തുക്കൾ കൃഷി ചെയ്യുന്ന സമ്പ്രദായത്തെയും തേക്ക്, ഈട്ടി തുടങ്ങിയ വൃക്ഷങ്ങളെയും
കൊടുങ്കാറ്റിനെയും നദികൾ നിറഞ്ഞ് ഒഴുകുന്നതിനെയും 3 മാസം പെയ്യുന്ന തോരാത്ത മഴയെയും അത് കഴിഞ്ഞാലുണ്ടാകുന്ന കഠിനമായ ഉഷ്ണത്തെയും വർണ്ണിച്ച ഇതിൽ പല സഞ്ചാരികളും മലയിടിച്ചിലുണ്ടെങ്കിൽ അതിനെപ്പറ്റി പറയാതെ ഇരിക്കുകയില്ല. ഇന്നും തുടരുന്ന വനം കൊള്ളയാണ് നമ്മുടെ മലമേഖലകളെ ഇത്തരത്തിൽ നഗ്നമാക്കിയതും ആക്കിക്കൊണ്ടിരിക്കുന്നതും. ഇന്ത്യക്ക് വേണ്ടതെന്ന് കരുതുന്ന 32% വനം കേരളത്തെ സംബന്ധിച്ചിടത്തോളം 12% കുറയാനുള്ള ഒരു പ്രധാന കാരണവും അതാണ്. 32-ൽ നിന്നും 12-ലേക്കുള്ള ഈ മാറ്റം 1960-ന് ശേഷം ഉണ്ടായതും ഇന്നും നടക്കുന്നതുമായ വനം കൊള്ളയുടെ ഫലമായിട്ടാണ്. മരം മുഴുവൻ വെട്ടിയിറക്കിയപ്പോൾ വേരുകളുടെ സംരക്ഷണം മണ്ണിന് നഷ്ടപ്പെട്ടു. അടിവേരുകൾ പിന്നീട് അഴുകി ദുർബലമായി. വെള്ളം കുടിച്ച് കുതിർന്ന മണ്ണ് മലയുടെ ഉച്ചിയിലും പാർശ്വങ്ങളിലും കെട്ടിനിൽക്കുന്ന വെള്ളത്തോടൊപ്പം തടസ്സമില്ലാതെ ഇടിഞ്ഞ് താഴോട്ട് വീഴുന്നു. ഇതാണ് ഇന്നത്തെ അവസ്ഥ. വയനാട്ടിലുണ്ടായത് ഇതുവരെ കേരളത്തിൽ കാണാത്ത ഒരു വലിയ ഉരുൾപൊട്ടലായിരുന്നു. നിബിഡ വനങ്ങളുണ്ടെങ്കിൽ ദീർഘനേരം തുള്ളികളായ മഴയാണ് പെയ്യുക. മുമ്പെല്ലാം നമ്മുടെ മലകളിൽ പെയ്ത 80% അത്തരം മഴയായിരുന്നു. ഇന്ന് വനമില്ലാത്തതിനാൽ മഴ കോരിച്ചൊരിയുന്നു. 1 മാസം കൊണ്ട് പെയ്യേണ്ട മഴ ചിലപ്പോൾ 1 ദിവസം കൊണ്ട് തന്നെ പെയ്യുന്നു. വൻതോതിൽ ഇത് മലയിടിച്ചിലിന് കാരണമാകുന്നു. തുമ്പിക്കൈ വണ്ണത്തിൽ പെയ്യുന്ന മഴയത്ത് മലയുടെ ഉച്ചിയിൽ കാർമേഘ പാളികൾക്കിടയിൽ ഇടിമിന്നൽ ഉണ്ടായാൽ അതും മലയിടിച്ചിലിന് കാരണമാകുന്നു. വനനശീകരണം മൂലമുണ്ടാകുന്ന ഉരുൾപൊട്ടലുകൾ മണ്ണൊലിപ്പിന് ആക്കം കൂട്ടുന്നു. കേരളത്തിലെ ആകെ കൃഷിസ്ഥലമായ 55 ലക്ഷം ഹെക്ടറിൽ 20 ലക്ഷവും ഇന്ന് മണ്ണൊലിപ്പ് ഭീഷണിയിലാണ്. 4 കോടി ടൺ മണ്ണാണ് കൊല്ലം പ്രതി ഒലിച്ചു പോകുന്നത്. ഈ കണക്കിന് പോയാൽ കേരളത്തിൽ വരുന്ന 20 കൊല്ലം കൊണ്ട് വലിയ തോതിൽ റോക്ക് ഫോർമേഷൻ നടക്കുമെന്ന് ചില റഷ്യൻ വിദഗ്ധന്മാർ ചൂണ്ടിക്കാണിക്കുന്നു. 2015-നും 2022-നും ഇടയിൽ ഇതുവരെയുണ്ടായ 3782 ഉരുൾപൊട്ടലിൽ 2239 എണ്ണം ദക്ഷിണേന്ത്യൻ സംസ്ഥാനത്ത് മാത്രം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഈ അടുത്ത കാലത്ത് കേരളത്തിൽ സംഭവിച്ച ഒരു ഉരുൾപൊട്ടലാണ് കവളപ്പാറ ഉരുൾപൊട്ടൽ. 2019 ഓഗസ്റ്റ് 8-ന് മലപ്പുറം കവളപ്പാറ ഗ്രാമത്തിൽ കനത്ത മഴയെ തുടർന്ന് മുത്തപ്പൻകുന്നിന്റെ ഒരു ഭാഗമിടിഞ്ഞ് ഒരു ഗ്രാമം മണ്ണിനടിയിലായി. 46 പേരുടെ മൃതദേഹങ്ങൾ കണ്ടെടുത്തെങ്കിലും 11 പേർ ഇപ്പോഴും മണ്ണിനടിയിലുണ്ടെന്നാണ് കരുതുന്നത്. അടുത്തത് 2019 തന്നെ വയനാട് ജില്ലയിലെ മേപ്പാടിയിൽ നടന്ന മണ്ണിടിച്ചിലാണ് പുത്തുമല മണ്ണിടിച്ചിൽ. ഇന്ന് വയനാട്ടിൽ ഉരുൾപൊട്ടിയ സമീപ പ്രദേശത്താണ് ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത്. 2019 കവളപ്പാറ ദുരന്തം നടന്ന അതേ രാത്രിയിൽ വയനാട്ടിലെ മേപ്പാടിക്ക് സമീപം പുത്തുമലയിൽ വൻ ഉരുൾപൊട്ടലുണ്ടായി. 12 പേരുടെ ജീവൻ അപഹരിക്കുകയും 58 വീടുകൾ പൂർണ്ണമായും നശിക്കുകയും ചെയ്തു. നിരവധി വീടുകൾ ഭാഗികമായി തകർന്നു. 5 പേരുടെ മൃതദേഹങ്ങൾ ഇനിയും കണ്ടെത്താനുണ്ട്. അടുത്തത് 2020 നടന്ന പെട്ടിമുടി ഉരുൾപൊട്ടൽ. ഇടുക്കി ജില്ലയിലെ പെട്ടിമുടി കുന്നുകളിൽ 2020 ഓഗസ്റ്റ് 6-ന് രാത്രിയാണ് ഉരുൾപൊട്ടലുണ്ടായത്. ടീ എസ്റ്റേറ്റ് തൊഴിലാളികളുടെ ക്വാർട്ടേഴ്സുകളും ലൈറ്റ് ഹൗസുകളും ഇടിഞ്ഞ് 66 പേരുടെ ജീവൻ നഷ്ടമായി. അവിടെ 4 പേരുടെ മൃതദേഹങ്ങൾ ഇനിയും കണ്ടെത്താനുണ്ട്. അടുത്തത് 2021 കൂട്ടിക്കൽ സംഭവിച്ച ഉരുൾപൊട്ടലാണ്. തുടർച്ചയായി പെയ്ത മഴയിൽ ഇടുക്കി, കോട്ടയം ജില്ലകളിലെ കൂട്ടിക്കൽ, കൊക്കയാർ മേഖലകളിൽ കാവലി, പ്ലാശ്ശേരി, പൂവഞ്ചി എന്നിവിടങ്ങളിലെല്ലാം ഉരുൾപൊട്ടലുണ്ടായി. 25 പേരുടെയെങ്കിലും മരണത്തിന് കൂട്ടിക്കലിൽ സാക്ഷ്യം വഹിച്ചതോടെ കൊക്കയാർ മേഖലയിൽ 7 പേരുടെ ജീവൻ അപഹരിച്ചു. പ്രകൃതിയെ സംരക്ഷിക്കേണ്ടത് നാം ഓരോരുത്തരുടെയും കടമയാണ്. മനുഷ്യൻ പ്രകൃതിയോട് ചെയ്യുന്ന അക്രമങ്ങളുടെ ഫലമായാണ് നമുക്ക് ഇതുപോലുള്ള പ്രകൃതി ദുരന്തങ്ങൾ അനുഭവിക്കേണ്ടി വരുന്നത്. നമ്മളിൽ ഓരോ മനുഷ്യനും മാറി ചിന്തിക്കാൻ കഴിഞ്ഞാൽ ആപത്തില്ലാതെ ജീവിച്ചു പോകാം.